അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും ചെയ്തു. സഹോദരിമാർ വീടുകളിൽ നിന്ന് തറാവീഹ് നമസ്കരിച്ചവരും വിശുദ്ധ ഖുർആൻ ഓതിയവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബും ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനും ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജാണത്. സ്വർഗം, നരകം, ഈ നരകം അല്ലാഹു തആല ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യന്മാർക്കും ജിന്നുകൾക്കുമാണ്. എന്താണ് അവർ നരകത്തിൽ കടക്കാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട്, നാം അവർക്ക് നൽകിയ ആ ചെവി കൊണ്ട് അവരെന്നെ കേൾക്കുന്നില്ല, നാം അവർക്ക് നൽകിയ കണ്ണുകൊണ്ട് വലഹും അഗ്യുനും ലാ യുബ്സിറൂന ബിഹാ, അവരെന്നെ കാണുന്നില്ല, നാം അവർക്ക് നൽകിയ ഹൃദയം കൊണ്ട് അവരെന്നെ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് പടച്ചോൻ പറയുന്നത് ഉലൈകൽ കൽ അൻആമി ബൽ ഹും അളൽ, നാൽക്കാലി മൃഗങ്ങളെപ്പോലെയാണെന്ന് പടച്ചോൻ പറയുന്നു. നാൽക്കാലി മൃഗങ്ങളെന്ന് പടച്ചോൻ പറഞ്ഞു നിർത്തിയില്ല, ബൽഹും അളൽ, അതിനേക്കാൾ പിഴച്ചവരാണ് എന്നാണ് പടച്ചോൻ പറയുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കണം, എന്താണ് അതിനുള്ള കാരണമായി അള്ളാഹു പറയുന്നത്? ഉലൈക കൽ അൻആമി ബൽഹും അളൽ വ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ ഗഫലത്തുള്ളവരാണ്, അശ്രദ്ധവാന്മാരാണ്. അള്ളാഹുവിനെ കുറിച്ച്, പടച്ച തമ്പുരാനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, അവർക്ക് ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ അശ്രദ്ധവാന്മാരായി ഗാഫിലീങ്ങളായതുകൊണ്ടാണ് മനുഷ്യന്മാർക്കല്ല മൃഗങ്ങൾ പോലും മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യന്മാരെന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനം നമ്മൾ വാർത്താ മാധ്യമങ്ങളുടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തീർച്ചയായും അള്ളാഹുവിൽ ശ്രദ്ധയുള്ളവരാകുക. എന്നെ സൃഷ്ടിച്ച അള്ളാഹു, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ എന്നെ കേൾക്കുന്നുണ്ട്, അവൻ എന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവൻ എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ എല്ലാ ചലനങ്ങളും അവൻ അറിയുന്നവനാണ് എന്നൊരു ചിന്തയിൽ അശ്രദ്ധയില്ലാതെ ജീവിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മുന്നേറാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ നമുക്ക് അതാവട്ടെ ഇന്നത്തെ സന്ദേശം. അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും